വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 9, 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. ആത്മീയ അന്ധത. അവർ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? അവൻ ചോദിച്ചു, കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? യേശു പറഞ്ഞു, നീ അവനെ കണ്ടുകഴിഞ്ഞു. നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. അവന്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും ഫരിസേയർ ഇത് കേട്ട് അവനോട് ചോദിച്ചു, അപ്പോൾ ഞങ്ങളും അന്ധരാണോ? യേശു അവനോട് പറഞ്ഞു, അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. ശാരീരിക അന്ധതയേക്കാൾ ശോചനീയമാണ് ആത്മീയ അന്ധത എന്ന യേശുവിന്റെ കാഴ്ചപ്പാട്. യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച ആ പിറവി കുരുടനെ യഹൂദർ സമുദായത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കി എന്ന് യേശു മനസ്സിലാക്കാനിടവരുന്നു. ഒരു ദിവസം യേശു ആ മനുഷ്യനെ കണ്ടുമുട്ടുന്നു. യേശു അയാളെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അയാളോട് ചോദിക്കുന്നു, ഈ ലോകത്തിലേക്ക് ദൈവം അയച്ച ദൈവത്തിന്റെ അഭിഷിക്തനിൽ നീ വിശ്വസിക്കുന്നുണ്ടോ മകനെ? അസുഖമാക്കപ്പെട്ട ആ മനുഷ്യന് യേശുവാണ് ആ വ്യക്തി എന്ന് അതുവരെ അറിവില്ലായിരുന്നു. യേശു പൂർണ്ണമായി തന്നെ ആ മനുഷ്യനെ വെളിപ്പെടുത്തുകയാണ്. തുടർന്ന് യേശു പറയുന്നു, അന്ധർ കാണുന്നതിനും കാഴ്ചയുണ്ടെന്ന് അവകാശപ്പെടുന്നവർ ആത്മീയമായ അന്ധത ബാധിച്ച് ജീവിതത്തിൽ പെരുമാറാൻ ഇടവരുന്നതുമായിട്ടുള്ള സാഹചര്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന് തുടർന്ന് പറയുന്നു. യേശുവിന്റെ ഈ സംസാരം ശ്രദ്ധിച്ചിരുന്ന യഹൂദരിൽ ചിലർ യേശുവിനോടായിട്ട് ചോദിക്കുന്നു, അപ്പോൾ ഞങ്ങൾ അന്ധരാണെന്നാണോ നീ പറയുന്നത് എന്ന ചോദ്യത്തിന് യേശു നിത്യസനാതനമായ ഒരു സത്യം വെളിപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ കണ്ണിന്റെ അന്ധതയേക്കാൾ ദാരുണമായ വളരെ ഉപദ്രവകരമായിട്ടുള്ള അന്ധതയാണ് കരളിന്റെ അന്ധത, ആത്മീയ അന്ധത എന്ന് യേശു വെളിപ്പെടുത്തുകയാണ്. വിവരമുള്ളവരാണ് എന്ന് അവകാശപ്പെടുകയും എന്നാൽ സത്യത്തെ തുറന്ന മനസ്സോടുകൂടെ നോക്കിക്കാണാനുള്ള ആർജവത്വമില്ലാതെ ഇടുങ്ങിയ മനസ്സും സ്വാർത്ഥപരമായ ചിന്തയെ ബാധിച്ച് ഒരുതരം അന്ധത ബാധിച്ച വ്യക്തികളാണ് കൂടുതൽ ശോചനീയമായ സ്ഥിതിയിൽ ഇരിക്കുന്നത് എന്നാണ് യേശു വെളിപ്പെടുത്തുന്നത്. അത് യഹൂദരുടെ ഇടയിൽ യേശുവിനോടുള്ള രോഷം വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കി എന്ന് പറയേണ്ടതില്ലല്ലോ.